Okay, so നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. y is equal to x into 2x minus 1 into x plus 2. ഈ ഇക്വേഷൻ ഇത് പ്രോഡക്റ്റ് ആണല്ലോ. പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് ഫംഗ്ഷൻ്റെ റൂള് വേണം ഉപയോഗിക്കാൻ. പ്രോഡക്റ്റ് ഫംഗ്ഷൻ്റെ റൂൾ എന്തായിരുന്നു? ഇതാണ് റൂള് അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻറ്റു വി ഈസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഈ റൂള് വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. അപ്പം നോക്കിയേ, ഇവിടെ 3 ഫംഗ്ഷനാണ് വന്നിരിക്കുന്നത് അല്ലേ? 2 ഫംഗ്ഷൻ്റെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഏതെങ്കിലും ഒരു ബ്രാക്കറ്റ് ഇതാക്കുക. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 2x, ദാറ്റ് ഈസ് 2x സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഇങ്ങനെ എഴുതുക. മനസ്സിലായോ? ഇനി നമ്മൾ dy by dx. What is dy by dx? Okay, dy by dx is equal to, yes, it is 2x square minus x, first function, into d by dx of x plus 2, second function. Okay, first function into second derivative of second function plus second function x plus 2 into derivative of the first function. Clear ആയോ? ഓക്കെ, സോ ദിസ് ഇസ് ഹൗ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യും. ഇതിനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമല്ലോ. അതെങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് ഫംഗ്ഷൻ 2x സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 2. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് ഞാൻ പറഞ്ഞത്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇറ്റ് ഈസ് 1. സോ ഇറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് 2. ഇറ്റ് ഈസ് എക്സ് ഇറ്റ് ഈസ് 1 വരും. എക്സ് 2ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. സോ ഇറ്റ് ഈസ് 1 ഇൻറ്റു 1 അങ്ങനെ എഴുതാം. ഇൻറ്റു 1 പ്ലസ് എക്സ് പ്ലസ് 2 ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇനിയും കണ്ടുപിടിക്കണം അല്ലേ? ദാറ്റ് ഈസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ എന്നാണ് വന്നേക്കുന്നത്. 2 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പം 2 കോൺസ്റ്റൻ്റ് ആണ്. സോ 2 അതുപോലെ തന്നെ ഇടുക. 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പം എക്സ് റേസ് ടു എൻ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. കണ്ടോ? ഇതാണ് ഇക്വേഷൻ. സോ ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്നാണ് വരുന്നത്. ദാറ്റ് ഈസ് 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1 അല്ലേ? 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 1. ക്ലിയർ ആയോ? ഓക്കെ, ദാറ്റ് ഈസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് into 1, that is x square minus x plus x plus 2 into 2 into 2 4x 2 minus 1 എന്താ? 1. so x raised to 1 x minus 1. കണ്ടോ? ഇതാണ് ആൻസർ. ഇത്ര എഴുതിയാൽ മതി. കണ്ടോ ആൻസർ കിട്ടിയേ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന് ചെയ്യേണ്ടതുകൊണ്ട് ഈ ബ്രാക്കറ്റ് നമ്മൾ ഇൻറ്റു ചെയ്ത് എഴുതി. എക്സ് പ്ലസ് 2 സെക്കൻഡ് ഫംഗ്ഷനും എഴുതി. സോ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എക്സ് പ്ലസ് 2. എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 0. അപ്പോൾ 1 വരും. സോ ഇറ്റ് ഈസ് 1. എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 0 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് 1 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതി. ഇനി ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നോക്കണം. 2x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നോക്കണം. 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 2 അതുപോലെ തന്നെ എഴുതി. ഇനി എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1 എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് പറഞ്ഞ പോലെ. ദെൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 1. ക്ലിയർ ആയല്ലോ? ഇത് അതുപോലെ തന്നെ എഴുതി. പ്ലസ് എക്സ് പ്ലസ് 2
4 into 4x, 2 into 2 4, x raised to 1, x minus 1. ഇങ്ങനെയാണ് പ്രോഡക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? യെസ്. ഇനി ഇതാണ് അങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഈസ് ഓക്കെ. ഇനിയും കോഷ്യൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. കോഷ്യൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് y ഇസ് ഈക്വൽ ടു 2x പ്ലസ് 5 ബൈ 3x മൈനസ് 2. കണ്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ കോഷ്യൻറ്റിൻ്റെ ഫോർമുല എന്തായിരുന്നു? യെസ്, dy ബൈ dx ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ, ഡി എന്ന് എഴുതുന്നത് ഡിനോമിനേറ്റർ ആണ് കേട്ടോ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. മനസ്സിലായോ? ഇനി ഇതിലെങ്ങനെ ചെയ്യും നോക്കാം. ഇതിൽ ഡിനോമിനേറ്റർ എന്താണ്? 3x മൈനസ് 2. ന്യൂമറേറ്റർ എന്താണ്? 2x പ്ലസ് 5. ഓക്കെ, എങ്ങനെ ചെയ്യും നോക്കാം. ദാറ്റ് ഈസ് 3x മൈനസ് 2 ഇൻറ്റു ഡിനോമിനേറ്റർ 3x മൈനസ് 2 ഇൻറ്റു d by dx of 2x plus 5 minus numerator 2x plus 5 into d by dx of 3x minus 2 whole divided by 3x minus 2 the whole square. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഇനി 3x minus 2 ഇൻറ്റു 2x പ്ലസ് 5ൻ്റെ ഡെറിവേറ്റീവ് വേണം. എന്താണ് d by dx ഓഫ് 2x പ്ലസ് 5? ഇറ്റ് ഈസ് 2 ഇൻറ്റു 2. കാരണം d by dx ഓഫ് 2x എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. ദാറ്റ് ഈസ് 5ൻ്റെ ഡെറിവേറ്റീവ് 0. സോ ഇൻറ്റു 2 മൈനസ് 2x പ്ലസ് 5 ഇൻറ്റു d by dx ഓഫ് 3x മൈനസ് 2 എന്ത് വരും? 3 വരും അല്ലേ? 3 d by dx ഓഫ് x 1 ആണ്. 3 ഇൻറ്റു 1 മൈനസ് 0. ഇറ്റ് ഈസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ 3x മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് അതെങ്ങനെ വരും? 6x മൈനസ് 4 6x മൈനസ് 4 മൈനസ് ഓഫ് 6x ഇങ്ങനെ വരും. മൈനസ് ഓഫ് എങ്ങനെ വരും? 6x പ്ലസ് 15 എന്നാണ് വരുന്നത്. ഹോൾ ഡിവൈഡഡ് ബൈ 3x മൈനസ് 2 ദി ഹോൾ സ്ക്വയർ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 3x മൈനസ് 2 ഇൻറ്റു 2 ചെയ്തു. ദാറ്റ് ഈസ് 3x ഇൻറ്റു 2 6x മൈനസ് 4 മൈനസ് ഓഫ് ഈ മൈനസ് ഓഫ് 3 ഇൻറ്റു 2x 6x 3 ഇൻറ്റു 5 15. ക്ലിയർ അല്ലേ? ഈക്വൽ ടു ഡിവൈഡഡ് ബൈ അതുപോലെ എഴുതി. ഇനി 6x മൈനസ് 4 മൈനസ് ഇത് മൈനസ് അകത്തോട്ട് കൊടുത്തു അല്ലേ? അതായത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ എന്ത് വരും? 6x മൈനസ് 4 മൈനസ് 6x മൈനസ് 15 എന്ന് വരും. അപ്പം ഈ 6xും പ്ലസ് 6x മൈനസ് 6x 0 ക്യാൻസൽ ആയിപ്പോവും. ദാറ്റ് ഈസ് മൈനസ് 4 മൈനസ് 15 ബൈ 3x മൈനസ് 2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. വിച്ച് ഈസ് മൈനസ് 19 ബൈ 3x മൈനസ് 2 ദി ഹോൾ സ്ക്വയർ. മനസ്സിലായോ? ഇങ്ങനെ വേണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഒന്നുകൂടെ പറയാം. y is equal to 2x plus 5 by 3x minus 2 എന്ന് വന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ.
ഓക്കെ, ഡെറിവേറ്റീവ് എടുത്തത് മനസ്സിലായല്ലോ. ഡി ബൈ ഡി എക്സ് ഓഫ് 2x എന്ന് പറയുന്നത് 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണ്. സോ ഇറ്റ് ഈസ് ഡി എക്സ് എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് 2x എന്ന് പറയുന്നത് 2, കോൺസ്റ്റൻറ്റിൻ്റെ 0. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 വരും. ഇനി ഇതതുപോലെ എഴുതുക. ഡി ബൈ ഡി എക്സ് ഓഫ് 3x മൈനസ് 2 വരും. 3x മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് 3. ക്ലിയർ അല്ലേ? അത് 3. ഓക്കെ, ദാറ്റ് ഈസ് അതിവിടെ എഴുതി. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അതെഴുതി. ഇനി ഈ മൈനസ് അകത്തോട്ട്, ഈ മൈനസിൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം ഈ ഫസ്റ്റ് ടേം ക്യാൻസലായിപ്പോയി. ബാക്കി -4 -15 ഉണ്ട്. ദാറ്റ് ഈസ് -19 ബൈ 3x മൈനസ് 2 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ? കോഷ്യൻറ്റിൻ്റെ ചെയ്യാൻ. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, ഇങ്ങനെ വേണം അത് രണ്ടെണ്ണം ചെയ്യാൻ. മനസ്സിലായല്ലോ? ഇനി ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസാണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ y ഇസ് ഈക്വൽ ടു സൈൻ 5x എങ്ങനെ ചെയ്യും നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു dy ബൈ ഡി എക്സ് ഓഫ് സൈൻ 5x. ഇനി ഞാൻ എഴുതി വെക്കണമെന്ന് പറഞ്ഞില്ലേ, അത് നോക്കണം. അത് നോക്കിയിട്ട് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ കിട്ടുന്നതെന്ന് നോക്കുക. എന്താ വരുന്നത്? അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. അതായത് സൈനിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും കോസ് എക്സ് ആണ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ സൈൻ എക്സിൻ്റെ കൂടെ ഒരു സൈൻ എ എക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. എക്സിൻ്റെ എക്സ് വരും. അപ്പം ഇവിടെ വരുമ്പോൾ കോസ് എ എക്സ് ഇൻറ്റു എ എന്ന് വരും. ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സൈൻ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്, അപ്പം ഇവിടുത്തെ ആംഗിൾ എന്താണ്? എക്സ് ആണ്. അപ്പം ഇവിടെ എന്ത് വരും? കോസ് എക്സ് തന്നെ വരും. ഇനിയും സൈനിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കോൺസ്റ്റൻറ്റോ എന്തെങ്കിലും ഒരു ടേമും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് എ എക്സ്. അങ്ങനെയെങ്കിൽ കോസ് എ എക്സ് ആയിരിക്കും ഡെറിവേറ്റീവ്. ഇൻറ്റു ഈ എ എക്സിൻ്റെ ഡെറിവേറ്റീവും കൂടെ എടുക്കണം. ദാറ്റ് ഈസ് എ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതെന്ത് വരും? എ കോസ് എ എക്സ് എന്ന് വരും. മനസ്സിലായോ? എക്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ, എക്സ് എന്നേ ഉള്ളെങ്കിൽ കോസ് എക്സ് തന്നെ വരും. ഇനി അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ്, എന്തെങ്കിലും ഒരു ടേമും കൂടെ ഉണ്ടെങ്കിൽ ആ ടേം ഇൻറ്റു കോസ് എ എക്സ് എന്നുള്ളത് അത് ആ ആംഗിൾ അതുപോലെ തന്നെ വരും. അതിൻ്റെ കൂടെ ആ എയും കൂടെ എഴുതണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ 5x എന്നാണ് വന്നേക്കുന്നത്. ദാറ്റ് ഈസ് കോസ് 5x ഇൻറ്റു എന്ത് വരും? 5xൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 5. ദാറ്റ് ഈസ് 5 കോസ് 5x എന്നാണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? ഇത് വെച്ച് നോക്കുക. ഒന്നുകൂടെ ഒരു ക്വസ്റ്റ്യനും കൂടി തരാം. സൈൻ ഓഫ് 5x പ്ലസ് 9 കണ്ടോ? അപ്പോൾ 5x പ്ലസ് 9 എന്ന് വന്നിരിക്കുന്നു. അപ്പോൾ അതെങ്ങനെ ചെയ്യും നോക്കാം. ദാറ്റ് ഈസ് dy by dx is equal to d by dx of sin 5x plus 9 എന്ന് വരും. ദാറ്റ് ഈസ് കോസ് 5x plus 9. ഇതെന്താണോ ബ്രാക്കറ്റിൽ എന്താണോ അത് അതുപോലെ വരും. കണ്ടോ? കോസ് 5x plus 9 ഇൻറ്റു ഈ ബ്രാക്കറ്റിൻ്റെ ഡെറിവേറ്റീവിനെ എടുക്കുക. കാരണം എക്സ് മാത്രമല്ല, കണ്ടോ ഇത്രയും ടേംസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് 5x പ്ലസ് 9 എന്ത് വരും? 5xൻ്റെ ഡെറിവേറ്റീവ് 5 അല്ലേ? ഇൻ പ്ലസ് 9ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 0. ദാറ്റ് ഈസ് 5 ഇൻറ്റു കോസ് 5x പ്ലസ് 9 ഇങ്ങനെ വരും. ഇപ്പം മനസ്സിലായല്ലോ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്? ഇങ്ങനെ വേണം ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ക്ലിയർ ആയില്ലേ? ഓക്കെ, യെസ്. ഇങ്ങനെയാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ,
ഓക്കെ, ഒരു 2 ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞുതരാം. കൊസീക്ക് എക്സ്, കൊസീക്ക് 2/3x. കണ്ടോ, കൊസീക്ക് 2/3x. ഓക്കെ, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? d/dx is equal to d/dx of cosec 2/3x അല്ലേ? ഇനി എന്താണ് കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ്? കൊസീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? d/dx ഓഫ് കൊസീക്ക് എക്സ്. നോക്കണം കേട്ടോ. കൊസീക്ക് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. ഇതാണ് ഡെറിവേറ്റീവ്. മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. അപ്പം ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? 2/3x എന്നാണ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 2/3യുടെ ഈ 2/3xൻ്റെ എന്ത് വേണം? ഡെറിവേറ്റീവും കൂടെ എടുക്കണം. എപ്പോഴാണ് എടുക്കേണ്ടത്? ഈ ഡെറിവേറ്റീവ് എഴുതി കഴിഞ്ഞിട്ടേ എടുക്കാവൂ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം കൊസീക്ക് എക്സ് ഇൻറ്റു കൊസീക്ക് 2/3x എന്ന് പറയുന്നത് മൈനസ് കൊസീക്ക് അല്ലേ, കൊസീക്ക് എക്സ് കോട്ട് എക്സ് എന്നാ. അപ്പം കൊസീക്ക് 2/3x ഇൻറ്റു കോട്ട് 2/3x എന്ന് എഴുതി കഴിഞ്ഞിട്ട് വേണം ഇൻറ്റു 2/3xൻ്റെ ഡെറിവേറ്റീവ് എത്ര വരും? 2/3 ഈക്വൽ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഓക്കെ, സോ 2/3 മൈനസ് 2/3 ഇൻറ്റു കൊസീക്ക് 2/3x പ്ലസ് ഇൻറ്റു കോട്ട് 2/3x. ഇങ്ങനെ വരും. മനസ്സിലായോ? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ തരാവേ. ദാറ്റ് ഈസ് കോസ് എക്സ് സ്ക്വയർ കോസ് 5x. ഓക്കെ, എക്സ് സ്ക്വയർ കോസ് 5x. അപ്പം ഇവിടെ എന്താ പ്രത്യേകത? പ്രോഡക്റ്റ് ആണ് അല്ലേ? എക്സ് സ്ക്വയർ ഒരു ഫംഗ്ഷനാണ്, കോസ് 5x വേറൊരു ഫംഗ്ഷനാണ് അല്ലേ? എക്സ് സ്ക്വയർ എന്താ? ഓൾജിബ്രായിക് ഫംഗ്ഷനാണ്. കോസ് 5x എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്. അപ്പം 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യണം? ഈ ഫോർമുല യൂസ് ചെയ്യണം. പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. മനസ്സിലായോ? അപ്പോൾ ഇതിവിടെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? dy/dx is equal to, ഓക്കെ, dy/dx is equal to എന്ത് വരും? എക്സ് സ്ക്വയർ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് 5x, സെക്കൻഡ് ഫംഗ്ഷൻ അതാണ്, പ്ലസ് കോസ് 5x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. കണ്ടോ? ഇങ്ങനെ എഴുതണം. ഇനി എന്താ ചെയ്യണ്ടേ? എക്സ്പാൻഡ് ചെയ്യുക. എക്സ് സ്ക്വയർ ഇൻറ്റു d/dx ഓഫ് കോസ് എന്താണ്? നോക്കണം, മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് കോസ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് 5 സൈൻ 5x. എങ്ങനെയാ വന്നത്? മൈനസ് സൈൻ 5x ആണ് കോസ് 5xൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു 5xൻ്റെ ഡെറിവേറ്റീവ് 5. ക്ലിയർ അല്ലേ? പ്ലസ് കോസ് 5x ഇൻറ്റു d/dx ഓഫ് എക്സ് സ്ക്വയർ എന്താ വരുന്നേ? 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1 ഈക്വൽ ടു എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1, ദാറ്റ് ഈസ് മൈനസ് 5x സ്ക്വയർ സൈൻ 5x. ഒന്നിച്ചെഴുതി, ഇതെല്ലാം ഒന്നിച്ചെഴുതി. മൈനസ് 5x സ്ക്വയർ ഇൻറ്റു സൈൻ 5x പ്ലസ് 2x റേസ് ടു 2 മൈനസ് 1, ദാറ്റ് ഈസ് 2x ഇൻറ്റു കോസ് 5x. ഇതാണ് ആൻസർ. മനസ്സിലായോ? ഇങ്ങനെ വേണം പ്രോബ്ലംസ് ചെയ്യാൻ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് എക്സാമിന്.
എക്സാമിന് ഈസി ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ, കുഴപ്പമില്ല, അതോർത്ത് ആരും പേടിക്കേണ്ട കേട്ടോ. എക്സാമിന് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസേ നിങ്ങൾക്കുള്ളൂ. ഇപ്പോൾ വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അല്ലാത്ത എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഈ മോഡലിൽ ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ ചെയ്യിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യൻസും എക്സസൈസിനകത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നോക്കി അതുപോലെ ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് ചെയ്തു തരാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ.